ഛത്തീസ്ഗഡിൽ UDF MP-മാർ സംസാരിക്കുന്നു. സാധിക്കില്ല. അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്നത് ആദ്യത്തെ ദിവസം തന്നെ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അവരെ മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ടി അവരൊരു ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ നിലത്താണ് ഈ പ്രായമായ ഈ ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ പോകുന്ന സിസ്റ്റേഴ്സിനെ കിടത്തിയിട്ടുള്ളത്. അത് തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. വലിയ മാനുഷികമായ ഒരു നിഷേധമാണ്. അവരുടെ മാനുഷിക മൂല്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഒന്ന്, അവരെ എത്രയും വേഗം മോചിപ്പിക്കുക. രണ്ട്, ഈ ഇരട്ടത്താപ്പ് ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ഈ രാജ്യത്ത്, ഛത്തീസ്ഗഡിലും കേന്ദ്ര സർക്കാരും BJP സർക്കാർ ഭരിക്കുകയാണ്. ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള സ്ഥലങ്ങളിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. കോൺഗ്രസ് MP-മാർ ഇന്നും അങ്ങോട്ടേക്ക് എത്തുകയാണ്, ഛത്തീസ്ഗഡിലേക്ക് എത്തിയിരിക്കുന്നു. ഹൈബി ഈഡന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, എല്ലാ ദിവസവും എന്ന തരത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള MP-മാർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർ കന്യാസ്ത്രീകളെ കാണുന്നു, പിന്തുണ ഉറപ്പ് നൽകുകയാണ്, അല്ലേ? അങ്ങനെയാണ്. ലോക്സഭയിലടക്കം ഈ വിഷയത്തിൽ കടുത്ത വാദങ്ങൾ ഉന്നയിച്ച, ഈ വിഷയം ഉയർത്തി സംസാരിച്ച, പ്രതിഷേധിച്ച MP-മാരാണ് ഇപ്പോൾ ഈ ദുർഗ് സെൻട്രൽ ജയിലിലെത്തി ഈ കന്യാസ്ത്രീകളെ കാണാനായിട്ട് വന്നിട്ടുള്ളത്. 5 MP-മാർ, UDF MP-മാരാണ് ഇപ്പോൾ ഈ സംഘത്തിലുള്ളത്. ഹൈബി ഈഡൻ, ആന്റോ ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ഇങ്ങനെ 5 MP-മാരാണ് ഈ സംഘത്തിലുള്ളത്. കൂടാതെ നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി വേണ്ട നിയമസഹായമൊക്കെ ചെയ്യുന്ന റോജി M. ജോണും ഈ സംഘത്തിലുണ്ട്. ഇവർക്ക് 12:30 ഇവർക്ക് കന്യാസ്ത്രീകളെ കാണാനുള്ള അനുവാദം കിട്ടിയിരുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എത്തിയത്. രാവിലെ വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു. എന്തായാലും ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഏതറ്റം വരെയും പോകും, നിയമസഹായം നൽകും തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അതിനുശേഷം കന്യാസ്ത്രീകളുടെ അവസ്ഥയടക്കം ചോദിച്ചറിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നാണ് ഇപ്പോൾ MP-മാർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും UDF MP-മാർ നേരത്തെ തന്നെ ഒരു സംഘം വന്ന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് LDF-ന്റെ പ്രതിനിധികളും വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി അജീഷ്, ഇത് NIA കോടതി പരിഗണിക്കുകയല്ലേ ജാമ്യാപേക്ഷ? അനുജ, ഇപ്പോൾ ജാമ്യാപേക്ഷ NIA കോടതിയിൽ നൽകിയിട്ടുണ്ട്. കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. അതിനുശേഷം നമുക്ക് അവിടുന്ന് വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമ്മൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ചിട്ട് ഈ പ്രതിഷേധം, അതായത് ബജ്രംഗദളിന്റെ ഭാഗത്ത് നിന്നൊരു ക്രമസമാധാന പ്രശ്നം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സീക്രട്ടായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും MP-മാർ ഈ കന്യാസ്ത്രീകളെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ, അതിനകത്തെ കാര്യങ്ങളടക്കം നമ്മളോട് പ്രതികരിക്കും. ശരി, മനുഷ്യാവകാശ ലംഘനം കൂടി നടക്കുന്നുണ്ട് ആ ജയിലിനുള്ളിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി MP-മാർ പറയുന്നുണ്ട്. എല്ലാ ദിവസവും എന്ന തരത്തിലേക്ക് LDF-ന്റെയും UDF-ന്റെയും ഒക്കെ MP-മാർ അങ്ങോട്ടേക്ക് എത്തുകയും കന്യാസ്ത്രീകൾക്ക് പിന്തുണ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.